ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ നല്ല ചുവന്ന നല്ല കൊഴുത്ത തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മീൻകറി തയ്യാറാക്കുവാണെങ്കിൽ കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കും എന്നും വേണ്ട എന്തിൻ്റെ കൂടെയും നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ 1 കിലോ കേരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങൾ നമുക്ക് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 1 പിടി കറിവേപ്പില, 4-5 ചുവന്നുള്ളി അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇനി നന്നായിട്ട് പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 4 ചുള കുടംപുളി കഴുകി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളത്തിൽ നമുക്ക് ഈ മസാലയൊന്ന് മിക്സാക്കി വെക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പം അരപ്പ് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് 1 പിടി കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെയാണ് ഈ മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് നമുക്കിതുപോലെ ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു പരന്ന തവി എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴന്ന് വറ്റി വരണം. ഇതിലെ ജലാംശം എല്ലാം മാറി വരുമ്പോൾ നമ്മളതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ്, ആ തക്കാളി നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ടൊമാറ്റോ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലെ ജലാംശം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. ഒരുവിധം ജലാംശം എല്ലാം മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. ആ കല്ലുപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ അരപ്പൊന്ന് ലൂസായി വരും. വീണ്ടും അത് നന്നായിട്ട് ഇളക്കി വറ്റി വരണം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ചേർക്കാം. അപ്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇനി ബാക്കിയുള്ള ആ പുളിവെള്ളവും പുളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഇപ്പോൾ അരപ്പ് നന്നായിട്ട് മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഈ ചെറിയ ബൗളിൽ ഞാൻ 1.5 ബൗള് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേവിയൊക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ കപ്പ വേവിച്ചതിൻ്റെയൊക്കെ കൂടെയാണെങ്കിൽ നമുക്ക് അല്പം ഗ്രേവി ആകാം. അപ്പോൾ ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് അടി ചേർത്തൊന്ന് ഇളക്കി നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളും ആ തലയും എല്ലാം ഉണ്ട്, ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കറിവേപ്പില തണ്ടോടെ ഇങ്ങനെ നിരത്തി കൊടുക്കണം. അപ്പോൾ തിളച്ച് തൂവാതെ ഇരിക്കും മീൻകറി. അതൊരു ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടിത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചട്ടി ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. തുറന്ന് വെച്ച് അല്പസമയം കൂടെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് എണ്ണയെല്ലാം നന്നായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻകറി നമ്മൾ വാങ്ങി വെച്ചു. നല്ല എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പം നല്ല രുചിയും മണവും ഉള്ള ഈ മീൻകറി തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക്